യേശു ക്രിസ്തു എന്ന ചരിത്ര പുരുഷൻ ഇങ്ങനെ ഒരു ചരിത്ര പുരുഷനെ ഇല്ലല്ലോ. അയ്യോ, ആര് പറഞ്ഞു യേശു ക്രിസ്തു ചരിത്ര പുരുഷൻ ഇല്ലെന്ന് പറയാൻ? എന്ത് മാനദണ്ഡത്തിലാ പറയണേ? മാനദണ്ഡം പറയാം. നമ്മുടെ നാട്ടിലത്തെ ഹിസ്റ്ററി മാതിരിയല്ല. റോമൻ ഹിസ്റ്ററി 700 BC തൊട്ട് ഡോക്യുമെന്റഡ് ആണ്. അതിലൊന്നും യേശു ക്രിസ്തു റോമൻ അല്ല. യേശു ക്രിസ്തു റോമൻ ഹിസ്റ്ററിയിൽ എങ്ങനെയാണ് ജൂതനായ നസറാത്തുകാരനെ ഭരണം അവരുടെയാണെന്നല്ലേ ഉള്ളൂ. പക്ഷെ തങ്ങളോട് റിബൽ ചെയ്യുന്ന ജൂതന്മാരുടെ, യേശുക്രിസ്തു ജൂതനാണല്ലോ, ജൂതന്മാരുടെ നേതാവിനെ റോമക്കാരെന്തിനാ ഡോക്യുമെന്റ് ചെയ്യുന്നത്? തീർന്നില്ല. ഇനി തീർന്നില്ലെന്ന് മാത്രമല്ല, ഇന്നത്തെ കാണുന്ന രീതിയിൽ ക്രിസ്ത്യാനിറ്റിക്ക് പ്രോമിനൻസ് വരുന്നത് AD 400 കോൺസ്റ്റന്റൈന്റെ മതപരിവർത്തനവും കോൺസ്റ്റന്റൈൻ കോഡിഫൈ ചെയ്തതിനു ശേഷമാണ്. കോൺസ്റ്റന്റൈൻ കോഡിഫൈ ചെയ്യുന്നത് എന്താണ്? ഓൾറെഡി ഉള്ള ചരിത്ര പശ്ചാത്തലവും മറ്റും കോഡിഫൈ ചെയ്തുകൊണ്ട് അദ്ദേഹം വരുന്നതാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം പരിവർത്തനം ചെയ്യുന്നത്? അദ്ദേഹത്തിന്റെ പേഗൻ അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള സംസ്കാരവും കാര്യങ്ങളുമാണ്. അതിനുശേഷം കുറെ കൂടെ ക്രോഡീകൃതമായ ആത്മീയമായ സ്പിരിച്വലായ ഒരു സാധനം വരുന്നു. ഇതുകൊണ്ടാണ് അല്ലാതെ രാഷ്ട്രീയ താല്പര്യങ്ങളില്ല. അല്ല, അതിനു മുമ്പ് 400 വർഷത്തോളം ഇതിൽ പോട്ടെ. നമ്മുടെ കേരളത്തിൽ ഇന്ന് കാണുന്ന പാപ്പസിയും കോൺസ്റ്റന്റൈനും ഉണ്ട്. അത് കേരളത്തിൽ ക്രിസ്ത്യാനികളില്ലേ? പിന്നെ കേരളത്തിൽ ക്രിസ്ത്യാനില്ല. അപ്പൊ ആരോ ഒരാൾ ഉണ്ടായിട്ടല്ലേ അദ്ദേഹത്തിന്റെ മെസ്സേജുമായിട്ട് വരുന്നത്. ആരോ ഒരാൾ ഉണ്ടായിരുന്നില്ലേ? ആ ആളെ നിങ്ങൾ യേശു എന്ന് വിളിച്ചോളൂ, ഗ്രീക്കിൽ ജീസസ് എന്ന് വിളിച്ചോളൂ, മലയാളത്തിൽ യേശു എന്ന് വിളിച്ചോളൂ, ഇനി ഈസ എന്ന് വിളിച്ചോളൂ, പേരെന്ത് വിളിച്ചാലും ഇങ്ങനെ ഒരു വ്യക്തിത്വപരമായ ഒരാളില്ല എന്ന് പറയുമ്പോൾ അതെന്തിനാ പ്രകോപനപരം? അല്ല, എന്താണ് അതൊന്ന് ബൗദ്ധികമായ തെറ്റാണ്, അതൊന്ന് ഇന്റലക്ച്വലി റോങ് ആണ്. ഞാൻ അതാ ചോദിച്ചത്. ഇപ്പൊ നമ്മുടെ വിശ്വാസപ്രകാരം AD 52 തോമാസ് ലീഹ വന്നു എന്നാണ്. അല്ല, അതിനെപ്പറ്റി ക്രിസ്ത്യൻ ചർച്ച ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അല്ല, ഒരു സെന്റ് അവിടെയാണ് അടുത്ത ചോദ്യം. വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് പറയുന്നത്. അതിന് എന്തിനാണ് പോപ്പിന്റെ അംഗീകാരം? ഈ യുക്തിവാദികൾ എന്നുകൊണ്ടാ പോപ്പിന്റെ വാക്കുകൾ ഫൈനൽ വാക്കായിട്ട് എടുത്തു തുടങ്ങുന്നത്? പല യുക്തിവാദികളും ഇത് പറയുന്നുണ്ട്. അതായത് കണ്ടോ, വത്തിക്കാൻ സമ്മതിക്കുന്നില്ല. ഞാൻ പറഞ്ഞു, വത്തിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ എന്താ? അതായത് കത്തോലിക്കരല്ല, ഇവിടെ വന്ന ഓർത്തഡോക്സ് ചർച്ചിന്റെ പാരമ്പര്യമാണ് ഇവരെന്ന് പറയുന്നത്. AD 52 തോമാസ് ലീഹ വന്നു എന്ന് പറയുന്നു. ഇനിയും ഉണ്ടോ ഇല്ലയോ എന്നിരിക്കട്ടെ. എന്തായാലും AD 100 മുതൽ 150 മുതൽ ഇവിടെ ക്രിസ്ത്യാനികളുടെ ഡോക്യുമെന്റ് ഉണ്ടല്ലോ. AD 52 ഞാൻ വിശ്വസിക്കുന്ന AD 52 തോമസ് ലീഹ വന്നു എന്നും ലോകത്തിലെ ആദ്യ ഒരു ക്രോഡീകൃത സഭ എന്റെ നാട്ടിലാണെങ്കിൽ എനിക്ക് അഭിമാനമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ചേരമൻ പെരുമാൾ, നമ്മുടെ ചേര രാജാക്കന്മാരായിരുന്നല്ലോ ഇവിടെ. കേരളമാണ് കേരളമാകുന്നത്. ഈ ചേര രാജാവ് മക്കത്ത് പോയി പ്രവാചകനെ കണ്ടു എന്നൊക്കെയാണ് നമ്മുടെ വിശ്വാസം. നീ വിശ്വാസം മാറ്റിവെക്കാം. ഈ AD 100 മുതൽ ക്രിസ്ത്യാനികളുണ്ടല്ലോ. അപ്പൊ ഏതോ ഒരു ഫിഗർ ഉണ്ടായിട്ടല്ലേ ക്രിസ്ത്യാനികൾ ഉണ്ടാവുന്നത്, ഇല്ലെങ്കിൽ ഉണ്ടാവുമോ? അല്ല, പക്ഷേ ഇപ്പൊ രാഹുലിനോട് എനിക്ക് ഈ ചോദ്യം ചോദിക്കാം. രാഹുൽ ചിലപ്പോ ഒരു പക്ഷെ പെട്ടെന്ന് അപ്സെറ്റ് ആയില്ല എന്ന് വരും. എന്നോട് നാളെ അയ്യപ്പനെ കുറിച്ച് ചോദിച്ചു, ഇത് തന്നെ ഞാൻ പറയും. എന്നോട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, ഈ ആണും കല്യാണം കഴിച്ചാൽ എങ്ങനെ കുട്ടി ഉണ്ടാവും? ഞാനപ്പോൾ അവരോട് വളരെ ക്ഷമയോടിരുന്ന് പറയും, ശിവനും വിഷ്ണുവും കല്യാണം കഴിച്ചതല്ല. ശൈവരുണ്ട്, വൈഷ്ണവരുണ്ട്. ശിവനെയും വിഷ്ണുവിനെയും ഫിലോസോഫിക്കലി ഒന്നിപ്പിച്ചതിന് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുന്നതാണ് ശിവൻ ഒരു മോഹിനിയെ കണ്ടു. അതായത് സംഭവിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ശൈവരും വൈഷ്ണവരും കൊണ്ട് ഒരുമിപ്പിച്ചു. അപ്പൊ എല്ലാവരും പറഞ്ഞു തുടങ്ങി ശിവന്റെയും വിഷ്ണുവിന്റെയും മോനാണെന്ന്. അന്ന് ഏതോ കുട്ടി ചോദിച്ചു, അമ്മേ ഇവരെങ്ങനെ ഒന്നാവുമെന്ന്. അപ്പം പറഞ്ഞു, മോനെ ശിവനുണ്ട്, അപ്പുറത്ത് വിഷ്ണു നിൽക്കുന്നു. അവരുടെ അടുത്ത് ആലോചിച്ചു, വിഷ്ണു ഒരു സ്ത്രീയായിട്ട് വന്നു, മോഹിനിയായിട്ട് വന്ന്, രണ്ടുപേരും കല്യാണം കഴിച്ചിട്ട് കുട്ടി ഉണ്ടായിരുന്നു. ഇത് അന്നത്തെ ബാലരാമാമർ ചിത്ര കഥയാണ്. യുക്തിവാദികൾ പലപ്പോഴും ചെയ്യുന്നത് ബാലരാമാമർ ചിത്രകഥ വെച്ചാണ് തർക്കിക്കുന്നത്. ആ ബാലരാമാമർ ചിത്രകഥ പിള്ളേരുടെ ലെവലിലാണ്, ഐഡിയാസിന്റെ ലെവലിൽ, ഫിലോസഫിയുടെ ലെവലിലേക്ക് വരുമ്പോൾ നമുക്ക് ഫിലോസോഫിക്കലി ഡിബേറ്റ് ചെയ്യാം. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. യേശു ക്രിസ്തുവിനെ കുറിച്ച് പൊതുവെ ചരിത്രകാരന്മാർ പറയുന്നത് BC 4 മുതൽ AD 28 വരെ ജീവിച്ചിരുന്നു എന്നാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത്. അതാണ് ഹിസ്റ്റോറിയൻസ് കൂടുതൽ അഗ്രി ചെയ്യുന്നൊരു ഡേറ്റ്. ഡിസംബർ 25 എന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ, ഏതോ ഒരു ഡേറ്റ് പുള്ളി ജനിച്ചില്ലേ? പോപ്പ് അതിനെ അഡ്രസ് ചെയ്യുന്നുണ്ട്. ഡിസംബർ 25 വേറെ കലണ്ടറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറൂലേ? പക്ഷേ ഇങ്ങനെ ഒരാളില്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഉണ്ടാവൂ, ഇങ്ങനെ ഒരാളില്ലെങ്കിൽ ക്രിസ്തുമാർഗം ഉണ്ടാവൂ. ഇങ്ങനെ ഒരാൾ ഉണ്ടായിട്ടും അവരെ ജൂതന്മാർ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ ജൂതന്മാർ വിശ്വസിക്കുന്നത് ഇനിയും മെശിഹ വേറെ വരുമെന്ന്. ജൂതന്മാരുടെ ഇടയിൽ ഒരു വലിയ മെസ്സയ്യ അല്ലെങ്കിൽ ഒരു സേവിയർ, പ്രവാചകൻ വരുമെന്ന് വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ യേശു പറഞ്ഞു, ഞാൻ തന്നെയാണ് ആ പ്രവാചകൻ എന്ന്. ആ പ്രവാചകനെ പിന്തുടർന്ന ആൾക്കാർ ക്രിസ്ത്യാനികളായി. അത് സെയിന്റ് പോൾ അടക്കമുള്ളവരുടെ എഫേർട്സ് കൊണ്ട് ഒരു ഓർഗനൈസ്ഡ് റിലീജിയനായി. AD 400 പ്രത്യേകിച്ച് യൂറോപ്പ് ക്രിസ്ത്യൻ വൽക്കരിക്കപ്പെട്ടതോടുകൂടി ലോകത്തെ എല്ലാ ഭാഗങ്ങളിലേക്കും അത് വളർന്നു. ഒരു മിഷണറി പ്രവർത്തനം സ്വീകരിച്ചു. ഇതിന്റെ ഒരു കേന്ദ്ര ബിന്ദു ഇല്ലേ? പ്രശ്നം അതല്ല. ഇതിപ്പം രാഹുലിന് സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ എയർ ചെയ്യുമ്പോൾ ഇതിന്റെ താഴെ കമന്റ് സെക്ഷനിൽ പോയി നോക്കണം. ഞാനിപ്പോ ഒരു ചോദ്യത്തിൽ നിൽക്കാം. സെയിന്റ് പോൾ ഉണ്ടായിരുന്നോ? കാര്യം പല രാജ്യങ്ങളിലും യാത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പറയുന്നുള്ളൂ. സെയിന്റ് പോള് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ സെയിന്റ് പോൾ ഉണ്ടെങ്കിൽ യേശു ക്രിസ്തു സംഭവിക്കുക എന്താ?
അങ്ങനെയല്ല കേട്ടോ, ഈ ആർഗ്യുമെന്റ് ഉള്ളതാണ്. ഒരുപാട് പേര് പറയുന്നുണ്ട് സെയിന്റ് പോൾ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, പല ക്രിസ്ത്യൻ വിരോധികൾ പറഞ്ഞിട്ടുണ്ട് സെയിന്റ് പോൾ പല രാജ്യങ്ങളിൽ നിന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഒരു ക്രിസ്തു ആയത്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ആണോ അല്ലയോ എന്ന് രണ്ടാമത്തെ കാര്യം. സെയിന്റ് പോൾ ഉണ്ടല്ലോ, പിന്നെ യേശു ക്രിസ്തു സമ്മതിക്കാൻ എന്താ മടി? അല്ല, സമ്മതിക്കാൻ മടിയുടെ അല്ല പ്രശ്നം. നമ്മൾ നേരത്തെ തുടങ്ങിയത് അവിടുന്ന് ഈ വിശ്വാസിയുടെ പെട്ടെന്ന് വ്രണപ്പെടുന്ന വികാരമാണ്. അപ്പൊ വ്രണപ്പെടുവോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊരു എക്സ്പെരിമെന്റ് നമുക്ക് ചെയ്തു നോക്കാം. ഇപ്പൊ ഇതുവരെ ഞാൻ എന്തെങ്കിലും ഇതിനെതിരെ വ്രണപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞോ? ഇല്ല. പക്ഷെ എന്താ പറയുക, ഞാൻ പറയുന്നത് ഇതിന് ഇന്റലക്ച്വൽ കൗണ്ടർ, അതായത് ഈ മനഃപൂർവ്വം പ്രകോപിപ്പിക്കാൻ പോകുന്നതിന്റെ അടുത്ത് ഇപ്പൊ ഉദാഹരണം നമ്മുടെ പെരിയോർ രാമസ്വാമി നായ്ക്കർ, നമ്മുടെ തന്തൈ പെരിയോർ പുള്ളി മറ്റേ ഭഗവത്ഗീത രാമായണം കത്തിക്കും. അയാളുടെ സ്വന്തം കാശ് കൊണ്ട് 100 രൂപയ്ക്ക് അയാളൊരു പുസ്തകം മേടിക്കുന്നു, അയാളുടെ പ്രോപ്പർട്ടിയാണ്, കത്തിച്ച എന്താ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അത് ആവശ്യമില്ലാത്ത പ്രകോപനത്തിലേക്ക് നീളും. ഇപ്പൊ ഇന്ത്യയുടെ സംസാരിക്കാനേ പാടില്ല എന്ന് പറഞ്ഞു ആരും പറയുന്നില്ലല്ലോ. ഇന്റലക്ച്വലി നമ്മുടെ ഇന്ത്യയുടെ ട്രഡീഷൻസ് എന്ന് നോക്കൂ, ഇന്റലക്ച്വലി ചലഞ്ച് ചെയ്യുന്ന ട്രഡീഷൻസ് അല്ലേ. പോട്ടെ, ഇന്ത്യയുടെ ട്രഡീഷൻ മാത്രമല്ല, ശങ്കരാചാര്യ ഡിബേറ്റേഴ്സ് ആണ്. യേശു ക്രിസ്തുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളുടെ പേര് ഡൗട്ടിംഗ് തോമസ് എന്നാണ്, ബിലീവിംഗ് തോമസ് എന്നല്ല. ഡൗട്ടിംഗ് തോമസ് എന്നല്ലേ യേശു ക്രിസ്തുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്റെ പേര്. ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളല്ലേ. അപ്പം ഇത് മനഃപൂർവ്വം വിശ്വാസികളെ പ്രകോപിപ്പിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞ് അതിനർത്ഥം ഇന്റലക്ച്വലി ക്രിട്ടിസൈസ് ചെയ്യുന്നതല്ല. ഇന്റലക്ച്വലി ചലഞ്ച് ചെയ്യാം, ക്രിട്ടിസൈസ് ചെയ്യാം, പ്രിമൈസുകളെ ഡിബേറ്റ് ചെയ്യാം, അതിനൊന്നും ആർക്കും പ്രശ്നമില്ല. പക്ഷേ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, യേശുക്രിസ്തു ഇല്ലെന്ന് പറയുന്നതിന്റെ താങ്കളുടെ അല്ല, ഇങ്ങനെ വാദിക്കുന്നവരുടെ ബേസ് എന്താന്ന്, അല്ലെങ്കിൽ അയ്യപ്പൻ ഇല്ലെന്ന് വാദിക്കുന്നവരുടെ ബേസ് എന്താന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തെ അസ്ഥിരപ്പെടുത്തുക, അവരെ മോശം കല്ലുക. അല്ലെങ്കിൽ ശ്രീരാമൻ ഇല്ല എന്ന് പറയുന്നവരുടെ ഇതിപ്പം രാമസേതു എന്നൊരു കാര്യമുണ്ട്, ശ്രദ്ധിച്ചാണ് നമ്മുടെ ശ്രീലങ്കയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് പോകാൻ. ഈ രാമസേതു എന്നൊരു കാര്യം അവിടെ ഇല്ലേ? ഇങ്ങനൊരു സാധനം കൂടെ ഉണ്ടല്ലോ. അപ്പം ആ രാമസേതുവിനെ എന്നിട്ട് വിദേശികൾ വന്നപ്പോൾ ആഡംസ് ബ്രിഡ്ജ് എന്ന് വിളിച്ചു, പക്ഷെ രാമസേതു തന്നെയാണ്. അപ്പം ശ്രീരാമൻ എന്ന് പറയുന്ന ഒരു ചരിത്ര പുരുഷൻ ഇല്ലെന്ന് പറയുന്നത് എന്താ അർത്ഥം? ശരിയാണ്, രാവണന് 10 തലയുണ്ടോ? ഇല്ല, 10 തലയുടെ ബുദ്ധിയുണ്ട്. രാഹുൽ, അതായത് ഇതെല്ലാം ഈ മതസാഹിത്യത്തെ പറ്റിയോ അല്ലെങ്കിൽ അതിലെ ഫിലോസഫിക്കൽ വാല്യൂ പറ്റിയോ, ആ മതം തരുന്ന പോസിറ്റീവ് ഹിസ്റ്റോറിക്കൽ വാല്യൂവിനെ പറ്റിയോ? ഇതെല്ലാം ചരിത്ര പുരുഷന്മാർ കൂടിയാണ്. അവിടെ നിൽക്കട്ടെ, ഇതിന്റെ ഇവര് തന്നിട്ടുള്ള ഗുണങ്ങളെ പറ്റി ഒന്നും ഇവിടെ ഡിബേറ്റ് ഇല്ല. അതൊക്കെ ഉണ്ട്, ഇല്ലാന്നല്ല. അതിനെക്കുറിച്ചും ഡിബേറ്റ് ആവണം, വേണ്ടെന്നല്ല. അതിനെക്കുറിച്ചും ഡിബേറ്റ് വേണം, വേണ്ടെന്നല്ല. പക്ഷേ ഇവര് ഹിസ്റ്റോറിക്കൽ റിയാലിറ്റീസ് ആണെന്ന് അംഗീകരിക്കാൻ നമുക്ക് എന്താ മടി? അല്ലാത്തതുകൊണ്ട് അല്ല, ആര് പറഞ്ഞു? ഞാനാ പറഞ്ഞ സെയിന്റ് പോൾ ഉണ്ടെങ്കിൽ സെയിന്റ് പോൾ, അതായത് യേശുവിനെ നേരിട്ട് കണ്ട, അതായത് പോള് സംശയം തോന്നിയിട്ടുണ്ട് എന്തെങ്കിലും ഇങ്ങനെ? എവിടെയാണ് പറഞ്ഞത്? യേശു ക്രിസ്തുവിന്റെ മിറക്കിൾസിനെ കുറിച്ച് നമുക്ക് തർക്കിക്കാം. അല്ലെ, ഹിസ്റ്റോറിസിറ്റിയെ പറ്റി സംശയം ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ വളരെ എക്സ്റ്റെൻസീവ്ലി വായിച്ചിട്ടുണ്ട്. യേശുവിനെ കുറിച്ച് വ്യത്യസ്ത തിയറി പോലും ഉണ്ട്. അതായത് യേശു ക്രിസ്തു 12-ാം വയസ്സ് മുതൽ 30-ാം വയസ്സ് വരെ എവിടെയാന്നുള്ളതിന് ഇതില്ല. ഇനി ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, ഇത് കുക്കപ്പ് ചെയ്താണ്. കൗണ്ടർ എന്താണെന്നറിയോ? അവർ പറയാതെ പറയുന്ന എന്താ യുക്തിവാദികൾ, അതായത് ചില ബിംബങ്ങളെ കാണിക്കാൻ വേണ്ടി ഈ കഥയൊക്കെ ഉണ്ടാക്കിയെടുത്തതാണെന്നാണ്. അതാണല്ലോ യുക്തിവാദികളുടെ പ്രധാന വാദം. ഉണ്ടാക്കുന്നൊന്നുമല്ലോ. പിന്നെ ഈ കഥകൾ യേശു ഇല്ലെന്നൊരു ദിവസം നമുക്ക് ചിന്തിക്കാം. യേശു ഒരാളെ ഇല്ല, പിന്നെ ഈ കഥകൾ ആരെങ്കിലും ഉണ്ടാക്കുന്നതല്ലേ? എന്തോ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വേണ്ടിയോ മതപ്രചാരണത്തിന് വേണ്ടിയോ കച്ചവട താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഈ കഥകളെല്ലാം ഉണ്ടാക്കി എന്നുള്ളതല്ലേ പ്രമേസ്. പിന്നെന്താ? അല്ല, എല്ലാ കഥകളും അങ്ങനെ ഉണ്ടാക്കുന്നതല്ലോ. അതായത് നമ്മൾ ശരി, കഥകൾ ഉണ്ടായി വന്നു അങ്ങനെ മതിയല്ലോ. അങ്ങനെയാണെങ്കിൽ 12 മുതൽ 30 ദിവസം കൊണ്ട് കഥ ഉണ്ടാക്കിയാൽ പോരെ? എന്തുകൊണ്ടാണ് ബൈബിളിൽ 12 മുതൽ 30 വയസ്സുള്ള യേശുക്രിസ്തുവിനെ കുറിച്ച് പരാമർശം ഇല്ലാത്തത്? അവരുടെ ഇന്റലക്ച്വൽ ഓണസ്റ്റി ബൈബിളിൽ പരാമർശമില്ല. 12 വയസ്സിൽ യേശുക്രിസ്തുവിനെ അമ്പലത്തിൽ വെച്ച് നമ്മുടെ പുരോഹിതരോട് തർക്കിക്കുന്ന കാണുകയാണ്. അവൻ ഇന്റലിജന്റ് ആയ ചോദ്യങ്ങൾ ചോദിച്ചു, അവന്റെ ജ്ഞാനത്തിൽ അവർ അത്ഭുതപ്പെട്ടു എന്നൊക്കെ ഉണ്ട്. പിന്നീട് യേശുവിനെ സ്നാപക യോഹന്നാനിലാണ് നമ്മൾ കാണുന്നത്. 12 മുതൽ ഈ 18 വർഷം യേശുക്രിസ്തുവിനെ കുറിച്ച് ബൈബിൾ പരാമർശിക്കുന്നില്ല. കഥ ഉണ്ടാക്കിയാൽ പോരെ? അല്ല, ഞാൻ പറഞ്ഞത് കഥ ഉണ്ടാക്കാനാണെങ്കിൽ, ഒരു ഉത്തരം നൽകാനായിട്ട് വെറുതെ കഥ ഉണ്ടാക്കാനാണെങ്കിൽ, അപ്പം യേശു എന്ന ചരിത്ര പുരുഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവല്ലേ അത്? യേശു എന്ന ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി ഉണ്ടായിരുന്നതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ അത്? ആ കഥയിൽ തന്നെ ഉള്ളത്. ആ കഥയിൽ തന്നെ ഈ ഗ്യാപ്പിൽ അവർ ഫില്ല് ചെയ്യാൻ നോക്കുന്നില്ല. പകരം അവർ ഇന്റലക്ച്വലി ഓണസ്റ്റ് ആയി ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് കഥ ഉണ്ടാക്കുന്നവർ വേറെ ഉണ്ട്. യേശു ഇന്ത്യയിലേക്ക് വന്നു എന്ന് പറയുന്നവരുണ്ട്. അതല്ല, ഈ പുസ്തകങ്ങളുടെ ചരിത്രം രാഹുലിനറിയോ? ഏത് ചരിത്രം? അതായത് ഈ ബൈബിൾ പുസ്തകമില്ലേ, ഇത് എന്നാണ്? ബൈബിൾ പുസ്തകമല്ല ബേസിക്കലി. എവിടെയാണ് നമ്മൾ? ബൈബിൾ ഒരു സെറ്റ് ഓഫ് നോളേജും സെറ്റ് ഓഫ് പാരഡൈമും ആണ്. പിന്നീട് ഇത് എഴുതിയിട്ടിട്ട് കാണാം.
പിന്നെ ഇത് വേർഷൻസ് ഒന്ന് കാണാം. അതായത് മാത്യുവും ലൂക്കും അല്ലെങ്കിൽ ജോണും ഇവരെല്ലാം യേശു ക്രിസ്തു അല്ലെങ്കിൽ പോളും ഇവരെല്ലാം യേശു ക്രിസ്തുവിനെ കാണുകയും അവരുടെ അനുഭവങ്ങൾ പറയുകയും എഴുതിയിടുകയും ഒക്കെ ചെയ്തു. അന്ന് ഈ രീതിയിൽ എഴുത്തില്ലല്ലോ. തങ്ങളുടെ എക്സ്പീരിയൻസുകൾ ഇന്ന് തന്നെ ഒരു പത്രം കവർ ചെയ്ത മനോരമ കവർ ചെയ്യുന്ന പോലല്ല ജന്മഭൂമി കവർ ചെയ്യുന്നത്, ജന്മഭൂമി കവർ ചെയ്യുന്നതല്ല ദേശാഭിമാനി കവർ ചെയ്യുന്നത്, ദേശാഭിമാനി കവർ ചെയ്യുന്നതല്ല വീക്ഷണം കവർ ചെയ്യുന്നത്. ഓരോരുത്തരും തങ്ങളുടെ നിലവാരത്തിൽ നിന്ന് യേശു ക്രിസ്തു എന്ന ദൈവപുത്രനെ മനസ്സിലാക്കുന്നതിൽ വെച്ച് അവർ കാര്യങ്ങൾ എഴുതി. ഉദാഹരണം, മഗ്ദലന മറിയ. എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വചനമാണ് മഗ്ദലന മറിയോട് എന്ന് ഇന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന രീതിയിൽ നിങ്ങളിൽ പാപം ചെയ്യാത്തവരെ കല്ലെറിയട്ടെ. ഏതോ ഒരു മറിയ മഗ്ദലനത്തിൽ വരുന്ന ആണെന്ന് പറയുന്നു. ചില ആൾക്കാർ വീണ്ടും വ്യാഖ്യാനിച്ച് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അത് മഗ്ദലന മറിയല്ല, വേറെ ഏതോ മറിയ, അറിയില്ല. പോട്ടെ, ഏതോ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് വരുമ്പോൾ ആ പ്രോസ്റ്റിറ്റ്യൂട്ടിനോട് പറയുന്നു നിങ്ങളിൽ പാപമില്ലാത്തവരെ കല്ലെറിയട്ടെ. എനിക്ക് തോന്നുന്നത് ഫിലിപ്പിലാണുള്ളത്, ഏതിലാന്ന് ഞാൻ വിട്ടുപോയി, ഏതോ ഒന്നിലേ ഉള്ളൂ. മറ്റുള്ള 2-3 എണ്ണത്തിൽ അത് വേണ്ട രീതിയിൽ പരാമർശിക്കുന്നുമില്ല. അതിനർത്ഥം അതില്ലെന്നാണോ? അപ്പം തങ്ങളുടെ എക്സ്പീരിയൻസ് കുറച്ച് ആൾക്കാർ എഴുതിയിട്ടു. ഈ തങ്ങളുടെ എക്സ്പീരിയൻസ് എഴുതിയിട്ടു എന്ന് പറയുന്നതിനും അതിന്റെ വൈവിധ്യവും തന്നെ ഒരാളവിടെ ഉണ്ടെന്നുള്ളതിന് വലിയ തെളിവല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ രാഹുൽ, അതായത് രാഹുൽ ഈശ്വർ എന്തെങ്കിലും പറഞ്ഞു, രാഹുൽ ഗാന്ധി പറഞ്ഞായിട്ട് ആക്കാൻ പറ്റില്ലല്ലോ. വേണ്ട, ജീസസ് എന്ന് പറയുന്നത് അവിടുത്തെ വളരെ കോമൺ നെയിമാണ്. അല്ല, ഈശ പുള്ളിയുടെ പേര് ജീസസ് ഗ്രീക്ക് പേരാണ്. പുള്ളിയുടെ പേര് ജീസസ് എന്ന് പറയുന്നത് ഒരിക്കലും ഈസോ, ഈശ, യാ എന്ന സൗണ്ട് അത് പിന്നെയാണ് ജ ആവുന്നത്. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞ് എഴുതിയിടുവോ ആൾക്കാർ? പുള്ളിക്ക് എന്തോ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു, പുള്ളിക്ക് എന്തോ ആത്മീയ ചൈതന്യം എന്ന് പറഞ്ഞാൽ യുക്തിവാദികൾ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ നല്ല പ്രഭാഷണ പാഠം ഉണ്ടായിരുന്നു. ഇങ്ങനൊരു വ്യക്തി ഉണ്ടായിരുന്നല്ലോ. ഇങ്ങനൊരു വ്യക്തി ഈ യേശു ഞാൻ ഇനി ഒറ്റ ചോദ്യത്തിൽ ഇത് ഫുള്ള് തീർക്കാം. ഒറ്റ ചോദ്യം, അങ്ങ് കൃത്യമായി സ്പോണ്ടേനിയസ്ലി മറുപടി വരുന്നത്. എന്റെ റാപ്പിഡ് ഫയർ ആണ്. സോക്രട്ടീസ് ഉണ്ടായിരുന്നു? എനിക്കറിയില്ല. പ്ലേറ്റോ ഉണ്ടായിരുന്നു? എനിക്കറിയില്ല. അരിസ്റ്റോട്ടിൽ ഉണ്ടായിരുന്നു? ഇവരെല്ലാം പുസ്തകങ്ങൾ അടക്കമില്ലേ? അതായത് BC 600-ലും 500-ലും 400 ഫിലോസഫീസ് ഉണ്ട്. അതെ, പക്ഷെ അവരില്ലാതെ എങ്ങനെ ഫിലോസഫി ഉണ്ടാവും? അതായത് ബുദ്ധൻ ഉണ്ടായിരുന്നു? ബുദ്ധൻ പല ബുദ്ധന്മാരുണ്ടായിരുന്നു. ആയിക്കോട്ടെ, പക്ഷെ ഒരു ബുദ്ധനില്ലേ? ഈ തുടക്കത്തിൽ ഒരാളില്ലേ? പറയുന്ന ബുദ്ധൻ ഗൗതമ ബുദ്ധനാണ്. അതെ, ഗൗതമ ബുദ്ധൻ ഒരാളില്ലേ? ആ ബുദ്ധൻ എൻലൈറ്റഡ് ആയി അദ്ദേഹത്തിന്റെ ഫിലോസഫി പിന്തുടർന്നു. പലരും എൻലൈറ്റഡ് ആയി. ചോദ്യം എന്താണെന്നറിയാം, എന്തിനാണ് ഈ കഥകളിൽ ഹിസ്റ്ററി ഉണ്ട് എന്ന് വാശി പിടിക്കേണ്ട ആവശ്യം? തിരിച്ചാണ്, ഈ ഹിസ്റ്ററിയിൽ കഥകളുണ്ട്. ആ കഥകൾ ചില ആൾക്കാര് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പൊടിപ്പും തൊങ്ങിലും വെച്ചും പറയും. ചില ആൾക്കാർ, ഇപ്പൊ ഇവിടെ തന്നെ 6 പേരുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ എന്നെ കുറിച്ച് 6 പേർക്കും ചില കാര്യങ്ങളിൽ സിമിലർ അഭിപ്രായമായിരിക്കും, ചില കാര്യങ്ങളിൽ വേറെ അഭിപ്രായമായിരിക്കും. നേരത്തെ എനിക്ക് തോന്നുന്നു അദ്ദേഹം പറയുന്നുണ്ട്, അവർ പറയുന്നതെല്ലാം കൊള്ളാം, ഇൻക്ലൂസീവ് ആയിട്ട് പറയുന്നുണ്ട്, കുറച്ച് വൈറ്റ് വാഷ് ചെയ്യുന്നുണ്ട്. വേറെ സുഹൃത്ത് പറഞ്ഞ അങ്ങനെയല്ല, കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. ഞാനെന്ന ഒരു വ്യക്തിയെ കുറിച്ച് തന്നെയല്ലേ പറയുന്നത്. നാളെ ഒരാൾ നിങ്ങളുടെ സുഹൃത്ത് കണ്ടിട്ട് പറയുകയാണ് നിങ്ങൾ 6 പേർക്കും 6 അഭിപ്രായമാണ്, പിന്നെ എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? 6 പേരും 6 പറയുന്നത്. അതുകൊണ്ട് രാഹുൽ ഈശ്വർ ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ലാതാവൂ. അപ്പൊ ഇതേപോലെ ഒരാള് ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ടുണ്ട്. ഈ സെൻട്രൽ പോയിന്റിലായിട്ട് നിന്ന ആളെ കുറിച്ച് പല വ്യാഖ്യാനങ്ങളും പല മനസ്സിലാക്കലും. അപ്പൊ യേശു ക്രിസ്തുവിനോട് ശിഷ്യന്മാർ വിശ്വസിക്കാത്തതുണ്ട്. യൂദാസ് യേശു ക്രിസ്തുവിന്റെ അടുത്ത് നിന്നിട്ട് പോലും യേശുവിനെ തിരിച്ചറിയാതെ 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റ കൊടുത്താണെന്ന് പറയുന്നുണ്ട്. ഈ യൂദാസിന്റെ വെള്ളിക്കാശ് എന്റെ ഇരിപ്പുണ്ടെന്നാണ് മോൺസൺ മാവുങ്കൽ പറയുന്നത്. നാളെ മോൺസൺ മാവുങ്കൽ കള്ളമായതുകൊണ്ട് യൂദാസ് ഇല്ലാത്തതുകൊണ്ട് യേശു ഇല്ല എന്ന് പറയാൻ പറ്റൂ? അപ്പൊ എന്റെ ചോദ്യം, BC 400-ലും 500-ലും ജനിച്ച അരിസ്റ്റോട്ടിൽ ഉണ്ട്, പ്ലേറ്റോ ഉണ്ട്, പിന്നെന്താ സോക്രട്ടീസ് ഉണ്ട്, BC 500 ജനിച്ച ബുദ്ധനുണ്ട്, BC 450-ലോ 500-ലോ ജനിച്ച മഹാവീരനുണ്ട്. ഇതിനൊക്കെ ശേഷമുള്ള യേശു ഇല്ലെന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമുള്ളത്? അലക്സാണ്ടർ പോലും ശേഷമാണ് യേശു. അലക്സാണ്ടർ ദ ഗ്രേറ്റ് പോലും ശേഷമാണ് യേശു. അതാണ് ഇതിലത്തെ തമാശ. എന്താന്ന് പറഞ്ഞാൽ ഇത്ര കാലം മുമ്പ് വരെയുള്ള ആളുകളുടെ ഹിസ്റ്റോറിക് ഡോക്യുമെന്റേഷൻ ഉണ്ട്. അല്ല, ഈ എന്ത് ഡോക്യുമെന്റേഷൻ ആണ്? യേശു ക്രിസ്തുവിന് ആധാരം ഉണ്ടാവും? അല്ല, എന്ത് ഡോക്യുമെന്റേഷൻ? അല്ല, വേണമെന്നില്ല. ഈ 33 വയസ്സ് വരെ മാത്രം ജീവിച്ച, 30 വയസ്സിൽ പ്രചരണം തുടങ്ങിയ അല്ലെങ്കിൽ ഗോസ്പൽ മിനിസ്ട്രി തുടങ്ങിയ സ്നാപക യോഹന്നാന് ശേഷമാണ് യേശുവിനെ പ്രവചനമായിട്ട് കാണുന്നത്. ഈ 3 വർഷം ജീവിച്ച വ്യക്തി ലോക ചരിത്രം 2 പതുക്കുന്ന പോയിന്റാണ്. ഈ മനുഷ്യനെ കുറിച്ച് എന്ത് ഡോക്യുമെന്റ് എവിഡൻസ് ആണ് കിട്ടാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഇദ്ദേഹത്തിന്റെ കഥ ഞാൻ പറയാം. അഗസ്റ്റസ് സീസറിന്റെ കാലത്താണ് അദ്ദേഹം ജനിക്കുന്നത്. അഗസ്റ്റസിന്റെ കാലത്താണോ എന്ന് സംശയമുണ്ട്. പോട്ടെ, കാര്യം അഗസ്റ്റസ് കുറച്ചുകൂടെ മുമ്പാണ്. കാര്യം യേശു BC 4-ലാണ്, അഗസ്റ്റസ് BC 1-ാം നൂറ്റാണ്ടിലാണ്. പോട്ടെ, എന്നാലും ആയിക്കോട്ടെ. എങ്ങനെയാണ് ഡോക്യുമെന്റേഷൻ? അഗസ്റ്റസ് സീസറിന്റെ കാരണം അന്നൊരു സെൻസസ് നടക്കുന്നുണ്ട്. ആ സെൻസസിൽ പേര് ചേർക്കാൻ വേണ്ടി പോയ കഥകളൊക്കെ ഉണ്ട്. ഈ പുസ്തകത്തിൽ തന്നെ ഉണ്ട്. പറഞ്ഞോളൂ, ഞാൻ അതാ നോക്കുന്നത്. ഞാൻ ചെക്ക് ചെയ്യാണ് ആൾക്കാർ, ഞാൻ ക്രോസ് ചെക്കിങ്ങിന്റെ ആളാണ്. പറഞ്ഞോളൂ. അപ്പം അഗസ്റ്റസ് സീസർ ഉള്ള സമയത്താണ് അഗസ്റ്റസ് സീസർ വന്നു. അതിനും ശേഷം അദ്ദേഹമാണ് ആദ്യത്തെ എംപറർ. ജൂലിയസ് സീസർ ശരിയാണ്. കറക്റ്റ്, യു ആർ റൈറ്റ്. കാര്യം 63 BC-യിലാണ് അഗസ്റ്റസ് സീസർ ജനിക്കുന്നത്. 14 AD വരെയാണ്. അപ്പൊ ഈ കാലഘട്ടത്തിൽ തന്നെയാണ്.
അപ്പം അവിടെ തന്നെ ഒരു ഡിസ്ക്രിപ്പൻസി ഇല്ലേ? കറക്റ്റ് അല്ലേ? കാലഘട്ടം കറക്റ്റ് അല്ലേ? അഗസ്റ്റസ് സീസറിന്റെ കാലത്ത് അഗസ്റ്റസ് സീസർ ജനിക്കുന്ന എപ്പോഴാ? 63 BC. ഭരിക്കുന്നത് 14 AD. കറക്റ്റ് ആണ്. 14 AD വരെ. ഈ അഗസ്റ്റസ് സീസർക്ക് ഏകദേശം 50 വയസ്സിൽ അദ്ദേഹം രാജം ഉണ്ടായില്ലെങ്കിൽ 50-55 വയസ്സിലായിരിക്കും യേശുക്രിസ്തു ജനിച്ചത്. ഈ ഗ്രിഗോറിയൻ കലണ്ടർ ഉണ്ടല്ലോ, അത് ഈ AC AD BC എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് ബിഫോർ ക്രൈസ്റ്റ് അല്ല. അത് ഇവരാണ് കലണ്ടർ ഉണ്ടാക്കിയത്, അഗസ്റ്റസ് സീസർ. അതെങ്ങനെ അഗസ്റ്റസ് സീസർ BC AD എന്നുള്ള കലണ്ടർ ഉണ്ടാക്കുന്നത്? അതിനുശേഷമല്ലേ AD എന്ന് പറയുന്നത് അന്നോ ഡോമിനിയും BC എന്ന് പറഞ്ഞാൽ ബിഫോർ ഇയേഴ്സ്. ഇന്ന് BC എന്നും AD എന്നും പറയുന്നു. അപ്പൊ ഇതും യേശുക്രിസ്തുവിന്റെ ജീവിതമായിട്ട് എങ്ങനെ ഇല്ലെന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇതിപ്പോ ഇതിനെ പറ്റി തർക്കിക്കാൻ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്ത എന്താന്ന് വെച്ചാൽ, ഇതിപ്പോ അത് ശരിയായാലും തെറ്റായാലും ബാധിക്കാത്തത് കൊണ്ടാണ്. പക്ഷേ ഈ ഒരു കാര്യത്തെ പറ്റി ഒരു ചർച്ച പോലും നടക്കുന്നില്ല. അല്ല, രണ്ട് കാര്യങ്ങളാണ്. ഇപ്പൊ അങ്ങ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. അങ്ങയുടെ വാക്കുകളിൽ നിന്ന് എടുത്ത് പറയാം, ഞാൻ ഈ താർക്കികനായോണ്ട്, ഞാൻ ശരിക്കും താർക്കിക്കാറില്ലെങ്കിലും കോർ താർക്കികനായോണ്ട് താങ്കൾ പറഞ്ഞതിൽ ഒരു വാക്ക് പോലും ഉണ്ട്. അഗസ്റ്റസ് സീസറിന്റെ കാലത്താണ് ഇവരുടെ പേര് ചേർക്കാൻ ഡോക്യുമെന്റ് ചെയ്ത് പോകുന്നതെന്ന്. കഥ അത് ബൈബിളിലുള്ള സ്റ്റോറിയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം ഹിസ്റ്റോറിക്കൽ ഒരു പേഴ്സണാലിറ്റി ഉണ്ടെന്നല്ലേ? ഇങ്ങനെ ഒരാൾ ഉണ്ടായിട്ടല്ലേ പുള്ളിയുടെ പേര് ചേർക്കാൻ പോകുന്ന ആവശ്യമുള്ളൂ. കുറെ കാര്യങ്ങള് അതിശയോക്തി വരും. ഞാനൊരു പുസ്തകം എഴുതുന്നു, ഞാൻ ആ പുസ്തകത്തിൽ പറയുന്നു ഞാൻ ദൈവമാണെന്ന് പറയുന്നു. ആര് പറയുന്നു? ഞാൻ തന്നെ, ഒരു എക്സാമ്പിൾ. അല്ലെങ്കിൽ ഞാൻ പറയുന്നു എന്റെ അളിയൻ ദൈവമാണെന്ന് പറയുന്നു. ഇതിന്റെ പ്രൂഫും ആ പുസ്തകം തന്നെ. അല്ല, അതെങ്ങനെയാവും? അവിടെയാണ് ഞാൻ ചോദിച്ചത്. യേശുക്രിസ്തുവിന്റെ അളിയനല്ല പുസ്തകം എഴുതിയത്, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ്. തങ്ങൾ ഗുരുവായി കാണുന്ന ഒരാളെ അവർ ഗ്ലോറിഫൈ ചെയ്ത് ദൈവവൽക്കരിച്ചു എന്ന് പറയുന്നതിൽ തെറ്റില്ല. അത് ഫാക്ച്വലി ശരിയായിരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ പോട്ടെ, യേശുക്രിസ്തു എന്നൊരു മനുഷ്യപുത്രൻ ജീവിച്ചിരുന്നില്ലേ? അല്ല, അതങ്ങനെ അതാണ്. ആ ജീവിച്ചിരുന്ന ആളെ നമ്മൾ ഇപ്പം മണികണ്ഠൻ എന്ന് പറയുന്ന ക്രിസ്തു എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സേവിയർ, അനോയിന്റഡ് വൺ. ഈ ജീസസ് എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, ക്രിസ്റ്റോസി എന്ന് പറയുന്നല്ലേ പല ക്രിസ്തുക്കൾ വന്നിരുന്നു എന്നറിയാം. അവിടെയാണ് ഇത് ഈ പല ക്രിസ്തുക്കൾ വന്നിരുന്നു എന്ന് പറയുന്നതും ഈ രാമായണം പലതുണ്ടെന്ന് പറയുന്നതും അത് നിരീശ്വരവാദികളുടെ ലൈനിന്റെ കാര്യം. അങ്ങനെ നിരീശ്വരവാദി എന്നാ കിട്ടിയെന്നുള്ള ഈ സെൻട്രൽ ഫിഗറിനെ ഡയല്യൂട്ട് ചെയ്യാനാണ്. അതായത് ഞങ്ങൾ പലപ്പോഴും ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് അതൊരു സ്ട്രാറ്റജിയാണ്. ഞാൻ ഒറ്റ ഒരു വരി കൂടെ പറഞ്ഞുതരാം. നമ്മുടെ നാട്ടിൽ സ്ഥിരം കേൾക്കുന്നതാണ് 300 രാമായണങ്ങളുണ്ട്. ഇത് കേട്ടിട്ടുണ്ടായിരിക്കും ആർഗ്യുമെന്റ്. 300 രാമായണം ഉണ്ട്. സാറേ, 300 അല്ല 3000 രാമായണം ഉണ്ടാകട്ടെ. വാൽമീകി രാമന്റെ ബയോഗ്രഫറാണ്. രാമൻ എന്ന് പറയുന്ന മിസ്റ്റർ രാമന്റെ ഭാര്യ മിസ്സസ് സീത, അദ്ദേഹത്തിന്റെ സഹോദരൻ മിസ്റ്റർ ലക്ഷ്മണൻ, ഇങ്ങനെ ഒരാളുണ്ടായിരുന്നു. ഈ പുള്ളിയുടെ കാലത്ത് വാൽമീകി എന്നൊരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. പുള്ളി ഭില്ലായിരുന്നു, ഷെഡ്യൂൾ ട്രൈബ്, ഇന്നത്തെ ഷെഡ്യൂൾ ട്രൈബ് സമുദായത്തിലായിരുന്നു. പുള്ളിയുടെ കാലത്ത് നോക്കി കുറെ കാര്യങ്ങൾ എഴുതി വെച്ചു. ഇതിനെ ബേസ് ചെയ്ത് 3000 ഇന്റർപ്രിട്ടേഷൻ ഉണ്ടായിക്കോട്ടെ. അതിനർത്ഥം രാമനില്ലെന്നാണോ? ഇത് ഈ റിലേറ്റീവിസം. ഏത് രാമനാണുള്ളത്? ഏത് രാമനാ ഇല്ലാത്ത? മിസ്റ്റർ രാമൻ, ദശരഥന്റെ മകനായ കൗസല്യയുടെ മകനായ ശ്രീരാമൻ, മിസ്റ്റർ രാമൻ, ശ്രീ എന്നുള്ള പേര് മാത്രമാണ്. മിസ്റ്റർ രാമൻ എന്ന് പറയുന്ന ഒരു ചരിത്ര പുരുഷൻ. ആ പുരുഷനെ പരമാവധി ഗ്ലോറിഫൈ ചെയ്ത് അതിശയോക്തിവൽക്കരിച്ച് പുള്ളിയുടെ നിറം നീലയായിരുന്നു, പുള്ളി അമ്പയിച്ചാൽ 100 കിലോമീറ്റർ പോകുമായിരുന്നു ഒക്കെ പറഞ്ഞില്ലെന്ന് പറയുന്നില്ല. രാവണന്റെ അച്ഛന്റെ പേര് വിശ്രവസ്, അമ്മയുടെ പേര് കൈകസി. രാവണന് ഞാൻ ചെറിയ പ്രായത്തിൽ സംശയിച്ചിട്ടുണ്ട്, ഈ 10 തലയുണ്ടെങ്കിൽ ബാത്റൂമിലൊക്കെ എങ്ങനെയായിരിക്കും രാവണ പോകുന്നത്? അത് നമ്മുടെ 10 തലയുടെ അല്ല, അന്നും ബാത്റൂം ഉണ്ടാവില്ല, രാജകൊട്ടാരമൊക്കെ അല്ലേ, രാവണൻ രാജാവല്ലേ. രാവണന് 10 തലയുടെ ബുദ്ധിയേ ഉള്ളൂ. അതായത് ഈ നമ്മൾ പഴയ രാമായണം സീരിയൽ ഓർമ്മയുണ്ടോന്ന് അറിയില്ല. അതിൽ കുംഭകർണൻ ശ്വാസം വലിക്കുമ്പം മൂക്കിലെ കാന കയറി പോകുന്നു. ഇത് വെച്ചിട്ടാണോ നമ്മൾ രാമായണം ഹിസ്റ്റോറിക്കൽ അല്ലെന്ന് പറയേണ്ടത്? ഇത് പിള്ളേരെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഫാസിനേഷന് വേണ്ടിയിട്ട് കാര്യമായി കൊടുക്കുന്ന സാധനം. ഇപ്പൊ രജനീകാന്ത് അടിച്ച രാമായണം ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ എന്താ? രാമായണം ഹിസ്റ്റോറിക്കൽ ആണെങ്കിൽ എന്താ കുഴപ്പം? ആണെങ്കിൽ കുഴപ്പമില്ല. അതേ ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ എന്ന് പറയുന്നതിന്റെ ദുരുദ്ദേശം എന്ന് പറഞ്ഞാൽ, താങ്കളുടെ അല്ല, ഇത് പറയുന്നവരുടെ ദുരുദ്ദേശം ഇതൊക്കെ ഒരു ലിറ്ററേച്ചറാണ്. ഇതിനെ ഉള്ളിൽ ഡയല്യൂട്ട് ചെയ്യാൻ വേണ്ടി സംഘടിതമായി പറയുന്നതാണ്. അതായത് ഇത് രാഹുൽ മുന്നിൽ ഒരു ശത്രുവിനെ പ്രതീക്ഷിച്ചിരിക്കുകയല്ല. അല്ല, കാര്യം ഇവര് പറയുന്നതിന്റെ അവരുടെ ആംഗിൾ അതാ. അതായത് ഇവരെന്നിട്ട് ഭംഗിവൽക്കരിച്ച് പറയുന്നത് എന്താ? രാമായണം ഹിസ്റ്ററി അല്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ലിറ്ററേച്ചറാണ് എന്ന് പറഞ്ഞാൽ രാമൻ ഒരാൾ ജീവിച്ചിരുന്നില്ല, വേണമെങ്കിൽ നിങ്ങൾ കഥ ഉണ്ടാക്കിയതാണെന്ന്. അങ്ങനെ പഞ്ചസാര വൽക്കരിച്ച് അവർ നമുക്ക് പണി തരികയാണ്. ഇത് എനിക്ക് മനസ്സിലാവും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഗാന്ധിജി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്റെ രാമനെ, അതായത് ഹിസ്റ്റോറിക്കൽ രാമനെ ഒരുപാട് അതിശയോക്തിയും കഥകളും ഒക്കെ ഉണ്ടാവും. പക്ഷെ ചരിത്രത്തിൽ അങ്ങനെ ആളുണ്ടെന്ന് സമ്മതിച്ചവർക്ക് എന്താ നഷ്ടം?
അപ്പൊ എന്താ പ്രശ്നം എന്നറിയാമോ? അങ്ങനെ ഒരാളുണ്ടെന്ന് സമ്മതിച്ചാൽ പുള്ളിയോടുള്ള ഡിവോഷൻ, പുള്ളിയോടുള്ള ഇത്രയും കാലം നിന്നു എന്നുള്ള, അതായത് ചരിത്രത്തിൽ നിന്നു എന്നുള്ളതിന് നിരീശ്വരവാദികൾക്ക് ഒരു ബാധ്യതയാണ്. ആ ബാധ്യത മാറ്റാനായി യേശു ഇല്ല, രാമനില്ല എന്ന് ഈസിയായിട്ട് പറയുകയാണ്. നേരെ മറിച്ച് ചരിത്രത്തിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ ഇവർക്ക് എന്താ നഷ്ടം? ഇപ്പം തന്നെ നോക്കിയാൽ യേശു ക്രിസ്തുവിന്റെ കാര്യം പലരും, ഞാൻ ഈ വാദഗതി നെറ്റ്ഫ്ലിക്സിൽ ചില ഡോക്യുമെന്ററീസ് ആയിട്ട് പോലും വരുന്നുണ്ട്, യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്നില്ല. ഇത് പറയുന്നതിന്റെ സ്ഥാപിത താല്പര്യം എന്ന് പറഞ്ഞാൽ ആ സെൻട്രൽ ഫിഗറിനെ ഡയല്യൂട്ട് ചെയ്യുക. ഈ മതങ്ങളിൽ കുറെ മൂല്യങ്ങളും ദർശനങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ കോറ് കുറെ മനുഷ്യരാണ്. ആ മനുഷ്യരില്ലെന്ന് തെളിയിക്കുന്നതിലൂടെ അവർക്കുള്ളിൽ ഒരു ഡയല്യൂഷൻ കൊണ്ടുവരാൻ വേണ്ടി അവർ ശ്രമിക്കുകയാണ്. ഇതാണ് ഇപ്പം ശ്രീകൃഷ്ണനും അർജുനനും. ഡയല്യൂഷൻ വന്നാൽ എന്താ കുഴപ്പം? അല്ല, ഡയല്യൂഷൻ വരുന്നത് എന്തിനാ? ശരിയല്ലല്ലോ, ഇറ്റ്സ് നോൺ ഫാക്ട്. അത് വസ്തുതയല്ലാത്ത കാര്യമാണ്. ഈ നിരീശ്വരവാദികൾ ചെയ്യുന്നതിന്റെ ഉദ്ദേശം അവരുടെ ഒരു ഇന്റലക്ച്വൽ ഫാസിനേഷനാണ്, അവരുടെ ഒരു ഇന്റലക്ച്വൽ സെക്ഷുവൽ ടിറ്റിലേഷനാണ്. ഈ സെക്ഷുവൽ ടിറ്റിലേഷൻ പോലെയാണ് ഇന്റലക്ച്വൽ ടിറ്റിലേഷൻ. ഇതൊന്നും ഇല്ലായിരുന്നു എന്ന് പറയും. എന്ത് ന്യായം പറയും? അങ്ങനെ കമ്പരാമായണമില്ലേ? ഇന്ന് നടന്ന കാര്യത്തെക്കുറിച്ച് നാളെ എഴുതുന്ന 5 പത്രങ്ങൾ 5 വ്യാഖ്യാനം എഴുതുമെങ്കിൽ 5000 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളെക്കുറിച്ച് 50,000 പേര് പറയുമ്പോൾ എന്ത് വ്യാഖ്യാനങ്ങൾ വരും? നമ്മൾ ഇതിന് മാനേജ്മെന്റ്, പക്ഷേ അങ്ങനെ അറിയാം, ചൈനീസ് വിസ്പർ എന്നാണ് വിളിക്കുക, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എന്ന് വിളിക്കും. ഞാൻ അങ്ങയോട് പറയുകയും അങ്ങ് അടുത്ത ആളോട് പറയുകയും ചെയ്യുമ്പോൾ അതിനിടയ്ക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ഗ്യാപ്പ് ഉണ്ടാകുന്ന ഒരു സയന്റിഫിക്കലി വാലിഡ് ഫാക്ട് ആണ്. കാര്യം ഞാൻ കാണുന്ന കാര്യങ്ങൾ എൻ്റെ വാക്കുകളിലൂടെ അദ്ദേഹത്തോട് പറയും, അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ പറയും. യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് എഴുതപ്പെടാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രവാചകൻ മുഹമ്മദ് എഴുതാത്ത കാര്യങ്ങൾ കാലാന്തരത്തിൽ പലരും പറയുമ്പം പല രൂപങ്ങൾ വരും. അതിനർത്ഥം കോറില്ലെന്നാണോ? ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്. സോക്രട്ടീസിനെ അംഗീകരിക്കും, പ്ലേറ്റോയെ അംഗീകരിക്കും, അരിസ്റ്റോട്ടലിനെ അംഗീകരിക്കും, ഫിലിപ്പ് ഓഫ് മാസിഡോണിയ അലക്സാണ്ടറിന്റെ അച്ഛനെ അംഗീകരിക്കും, അലക്സാണ്ടർ ആക്രമിച്ചു എന്ന് അംഗീകരിക്കും, ബുദ്ധനെ അംഗീകരിക്കും, ജൈനെ അംഗീകരിക്കും, പക്ഷേ യേശുക്രിസ്തു ഇല്ല. കാര്യം എന്തുകൊണ്ടാ? ബുദ്ധനെയും ജൈനെ അംഗീകരിച്ചതിലെ പ്രശ്നമില്ല, അവരൊക്കെ നിരീശ്വരവാദമല്ല അതിൻ്റെ കൂടെ ചേർന്ന് പോകുന്നവരാ. അതാണ് കൃഷ്ണനും എടവറുക സാറാണെന്ന് തോന്നുന്നു, കൃഷ്ണനും ക്രിസ്തുവും ജീവിച്ചിരുന്നില്ല എന്നൊരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവരൊക്കെ ജീവിച്ചിരുന്നു. ഞങ്ങൾ വിശ്വാസികൾ ഞങ്ങളുടെ ഓവർ ഇമോഷൻ കൊണ്ട് ഇവരെയൊക്കെ കാൽപ്പനികവൽക്കരിച്ച് കാണാം, ഭംഗിവൽക്കരിച്ച് കാണാം, ഡെക്കറേറ്റ് ചെയ്ത് കാണാം. അപ്പം അയ്യപ്പൻ പന്തളത്തുനിന്ന് ഒരു അമ്പയച്ചപ്പം നേരെ ശബരിമലയെ വന്നു വീണു. നമ്മുടെ ഇടയിലുള്ളൊരു കഥയാണ്. എങ്ങനെയാണെങ്കിൽ ലോകത്ത് ഇന്നൊരു ബസൂക്ക് അയച്ചാൽ പോലും എത്തൂല, ഇത്രയും കിലോമീറ്റർ ഇന്നൊരു റോക്കറ്റ് ലോഞ്ചർ അയച്ചാൽ പോലും എത്തൂല. അതിനർത്ഥം അത് ചരിത്രമല്ല. അല്ല, അത് ചരിത്രമാണ്. അവിടെ അയ്യപ്പനുണ്ട്. അയ്യപ്പൻ അമ്പയിച്ചെത്തിയതൊന്നുമല്ല. അതായത് ഏതുപോലെ എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ അവിടേക്ക് എത്തി. അവർ സിമ്പിളായി പറയാം. അങ്ങ് എറണാകുളം അവസാനത്തെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചോളൂ. ഒരൊറ്റ ചോദ്യം കൂടെ പറയാം. നമ്മൾ വണ്ടി വരുമ്പോ നമ്മൾ വേഗത്തിൽ വരുന്നതിന് നമ്മൾ പറയുന്നത് എന്താ? ഓ, ഞാൻ പറന്നാണ് വന്നത്. ഈ പറന്നു വന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്റെ വണ്ടിയുടെ കാർ ആകാശത്തിലൂടെ വന്നു എന്നല്ല. പകരം ഇതിനെ മനസ്സിലാക്കേണ്ടത് ലാംഗ്വേജ് ആസ് എ മീൻസ് ഓഫ് സിമ്പിൾസ് ആണ്. ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി കുറെ റെപ്രസെന്റേഷൻ ആണ്. അവൻ പറന്നു വന്നു എന്ന് പറഞ്ഞാൽ വേഗത്തിൽ വന്നു എന്നേ അർത്ഥമുള്ളൂ. ഓൻ പുലിയാണ് എന്ന് പറഞ്ഞാൽ അവന്റെ അച്ഛനും അമ്മയും പുലിയാണെന്നല്ല. അച്ഛനും 2 പുലികൾ പറന്നു വന്നിരുന്നു, അന്ന് വിമാനം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അത് കാവ്യാത്മകമാണ്, സിംബോളിക് റെപ്രസെന്റേഷൻ ആണ്. ഞാൻ തന്നെ ഒരു ചർച്ചയെ പറഞ്ഞു, ഒരുപാട് ട്രോളും ഒരുപാട് കോൺട്രവേഴ്സി ആയതാണ്. രാവണൻ ഒരു പക്ഷേ വിമാനം ഒന്നും ഉണ്ടായി കാണൂല. രാവണൻ ഒരു പക്ഷേ ഒരു ചങ്ങാടത്തിലായിരിക്കും കൊണ്ടുപോയത്, കുറെ കാലം കുതിരയിലായിരിക്കും കൊണ്ടുപോയത്. ഇത് പറയുന്നതിന് നമുക്ക് മടി എന്തിനാണ്? രാമാനന്ദ് സാഗർ മറ്റേ ആകാശത്തൂടെ റൈറ്റ് ബ്രദേഴ്സ് വരുന്നതിന് മുമ്പ് നമുക്ക് വിമാനം ഉണ്ടെന്ന് ക്ലെയിം ചെയ്യണ്ട.